ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സയൻസ് മേഖലയിലെ NCERT ടെക്സ്റ്റ് ബുക്ക് ഭാഗം 1 സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. 6ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ സയൻസ് മേഖലയിലെ 1ാം ഭാഗത്തുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജീവന്റെ ചെപ്പുകൾ. എന്താ സുഹൃത്തുക്കളെ പഠിക്കാൻ പോകുന്നത്? ജീവന്റെ ചെപ്പുകൾ. ജീവന്റെ ചെപ്പുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യമായി പഠിക്കാനുള്ളതാണ് മൈക്രോസ്കോപ്പ്. എന്താ സുഹൃത്തുക്കളെ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മൈക്രോസ്കോപ്പിന്റെ പേര് തന്നെ ഉണ്ടല്ലേ, മൈക്രോ. മൈക്രോ മീൻസ് എന്താണ്? ചെറുതായിട്ടുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണുവാൻ സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പൊ എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് ചോദിച്ചാല്, നഗ്നനേത്രം കൊണ്ട് കാണുവാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണുവാൻ സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ മൈക്രോസ്കോപ്പിനെ. ജീവശരീരത്തിലെ ചെറുഘടകങ്ങൾ. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ജീവശരീരം നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറുഘടകങ്ങളെ കോശങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ജീവശരീരം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സസ്യങ്ങളുടെയും ഒക്കെ ജീവശരീരം നിർമ്മിച്ചിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നതാണ്. ജീവശരീരം നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം ചെറുഘടകങ്ങളെ കോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണുവാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ജീവശരീരത്തിലെ ചെറു ഘടകങ്ങളാണ് പിന്നെ നമ്മൾ നോക്കിയത്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ്. ജീവശരീരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറു ഘടകങ്ങളെ കോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഏകകോശ ജീവികൾ. എന്താ സുഹൃത്തുക്കളെ? ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്ന പേരാണ് ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്ന പേരാണ് ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അമീബ, പാരമീസിയം, യൂഗ്ലീന, അതുപോലെ തന്നെ ബാക്ടീരിയ, ഇവയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമാണ്. ഏകകോശ ജീവികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്ന പേരാണ് ഏകകോശ ജീവികൾ എന്നുള്ളത്. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ എന്നിവയാണ്. ഏതൊക്കെയാണ്? ശ്രദ്ധിച്ചോളണേ. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. ഇതിലെ അമീബയും അതുപോലെ പാരമീസിയവും ഒരുപാട് തവണ PSC ഏകകോശ ജീവികൾക്ക് ഉദാഹരണമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പഠിക്കുക. എന്താ സുഹൃത്തുക്കളെ ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ജീവിവർഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ജീവിവർഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ബഹുകോശ ജീവികൾ. സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യരും എല്ലാവരും എന്താണ്? ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോശങ്ങൾ പലതരം എന്നുള്ള മേഖലയാണ്. കോശങ്ങൾ പലതരം എന്നുള്ള മേഖലയാണ്. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, വിത്ത് കോശങ്ങൾ. പഠിക്കുക. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, വിത്ത് കോശങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല. 6ാം ക്ലാസ് ബേസിൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളേ. ഡീപ്പായിട്ട് കോശത്തിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞു പോകുന്നില്ല. ബേസിക് ലെവലായിട്ട് മാത്രം സുഹൃത്തുക്കൾ ചിന്തിക്കുക. പ്രധാനമായിട്ടും 3 കോശഭാഗങ്ങളാണ് ഒരു കോശത്തിനുള്ളത്. പ്രധാനമായിട്ടും 3 കോശഭാഗങ്ങളാണ് ഒരു കോശത്തിനുള്ളത്. ഒന്നാമതായി മർമ്മം. ആദ്യമായുള്ളത് എന്താണ്? ഒരു മർമ്മം ഉണ്ടായിരിക്കും, ഒരു കോശദ്രവ്യം ഉണ്ടായിരിക്കും, ഒരു കോശസ്തരം ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 ഭാഗങ്ങൾ ചേർന്നതാണ് പ്രധാനമായിട്ടും ഒരു കോശം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കോശം പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്ന 3 ഭാഗങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ഒരു മർമ്മം ഉണ്ടായിരിക്കും ഒരു കോശത്തിന്, ഒരു കോശദ്രവ്യം ഉണ്ടായിരിക്കും ഒരു കോശത്തിന്, അതുപോലെ ഒരു കോശസ്തരവും ഉണ്ടായിരിക്കും. മറക്കരുത്.
കോശത്തിലെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് മർമ്മമാണ്. കണ്ടോ, ഇതാണ് മർമ്മം. കോശത്തിലെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് മർമ്മമാണ്. കോശത്തിലെ ആവരണം എന്നറിയപ്പെടുന്നത് കോശസ്തരമാണ്. കണ്ടോ, ഒരു ഭിത്തി പോലെ, ഒരു ആവരണം പോലെ ആ കോശത്തിന് ചുറ്റും കാണപ്പെടുന്നത്, ഇതിനെ വിളിക്കുന്ന പേരാണ് കോശസ്തരം എന്ന്. എന്താ അറിയപ്പെടുന്നത്? കോശസ്തരം എന്ന്. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം എന്ന്. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം എന്ന്. ഇത് മൂന്നും PSC LD ലെവൽ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇത് പഠിക്കാതെ പോവരുത്. കോശത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് മർമ്മമാണ്. കോശത്തിലെ ആവരണം എന്നറിയപ്പെടുന്നത് കോശസ്തരമാണ്. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം എന്ന്. എന്താ സുഹൃത്തുക്കളെ അറിയപ്പെടുന്നത്? കോശദ്രവ്യം എന്നാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് സസ്യകോശം. എന്താണ് സസ്യകോശം? കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ ഒരു സസ്യകോശവും മറ്റേ ജന്തുകോശം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം സസ്യകോശവും ജന്തുകോശവും. അപ്പോൾ നമുക്ക് നോക്കാം സസ്യകോശം. സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും കോശ അവയവങ്ങൾ സാമ്യതയുണ്ടെങ്കിലും ജന്തുകോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സസ്യകോശങ്ങളുടെ പ്രവർത്തനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും കോശ അവയവങ്ങൾക്ക് സാമ്യതയുണ്ടെങ്കിലും ജന്തുകോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സസ്യകോശങ്ങളുടെ പ്രവർത്തനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒത്തിരി പേർക്ക് അറിയാവുന്ന പോയിന്റ് ആയിരിക്കും. സസ്യകോശങ്ങളിൽ മാത്രമേ ഹരിതകം കാണുക എന്നുള്ളത്. അതുപോലെ തന്നെ സസ്യകോശങ്ങളിൽ മാത്രമേ കോശഭിത്തി കാണുകയുള്ളൂ. അതുപോലെ തന്നെ സസ്യകോശങ്ങളുടെ ഭേദം വലുതായിരിക്കും. ഇങ്ങനെ കുറെ പോയിന്റ്സുകൾ ഉണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡ് വ്യക്തമായിട്ട് പഠിക്കാം. ഇപ്പൊ ഇത്ര മാത്രം സുഹൃത്തുക്കൾ ഓർത്തിരിക്കുക. സസ്യകോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും കോശ അവയവങ്ങളുടെ സാമ്യത ഉണ്ടെങ്കിലും ജന്തുകോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സസ്യകോശങ്ങളുടെ പ്രവർത്തനം വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കാം. സസ്യകോശങ്ങൾക്കും ജന്തുകോശങ്ങൾക്കും നിന്നുള്ള പ്രധാന വ്യത്യാസങ്ങളാണ്. ശ്രദ്ധിച്ചോളണേ. സസ്യകോശങ്ങൾക്ക് ജന്തുകോശങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സസ്യകോശങ്ങൾ സാധാരണഗതിയിൽ ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ കാണപ്പെടുന്നു. പഠിച്ചോളുക. സസ്യകോശങ്ങൾ സാധാരണഗതിയിൽ ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ആയിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ ജന്തുകോശങ്ങൾക്ക് പ്രത്യേക ആകൃതി ഇല്ല. അതും പഠിക്കുക. ജന്തുകോശങ്ങൾക്ക് പ്രത്യേക ആകൃതി ഇല്ല. സസ്യകോശങ്ങൾക്ക് കൃത്യമായൊരു കോശഭിത്തി ഉണ്ടായിരിക്കും. സസ്യകോശങ്ങൾക്ക് കൃത്യമായൊരു കോശഭിത്തി ഉണ്ടായിരിക്കും. ജന്തുകോശങ്ങൾക്ക് കോശഭിത്തി ഇല്ല. സസ്യകോശങ്ങൾക്ക് കൃത്യമായൊരു കോശഭിത്തി ഉണ്ടായിരിക്കും. എന്നാൽ ജന്തുകോശങ്ങൾക്ക് കോശഭിത്തി ഇല്ല. കോശമർമ്മം കോശത്തിലെ ഒരു വശത്തായിരിക്കും കാണപ്പെടുന്നത്. കോശമർമ്മം കോശത്തിലെ ഒരു വശത്തായിട്ടായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ നോക്കിയ ജന്തുകോശത്തിൽ എങ്ങനെയായിരുന്നു സുഹൃത്തുക്കളെ? കൃത്യം നടുക്കുഭാഗത്തല്ലായിരുന്നോ കോശമർമ്മം വന്നത്? എന്നാൽ സസ്യകോശങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാല് സസ്യകോശങ്ങളുടെ ഏതെങ്കിലും ഒരു വശത്തായിട്ടായിരിക്കും ആര് കാണപ്പെടുന്നത്? നമ്മുടെ കോശമർമ്മം കാണപ്പെടുന്നത്. ജന്തുകോശത്തെ അപേക്ഷിച്ച് ലൈസോസോമുകളുടെ എണ്ണം സസ്യകോശത്തിൽ വളരെ കുറവായിരിക്കും. ജന്തുകോശത്തെ അപേക്ഷിച്ച് ലൈസോസോമുകളുടെ എണ്ണം സസ്യകോശത്തിൽ വളരെ കുറവായിരിക്കും. സസ്യകോശങ്ങളിൽ പ്ലാസ്റ്റിഡുകൾ എന്ന സാന്നിധ്യം കണ്ടുവരുന്നു. പഠിച്ചോളുക. സസ്യകോശങ്ങളിൽ മാത്രമേ പ്ലാസ്റ്റിഡുകളുടെ സാന്നിധ്യം കണ്ടുവരുന്നുള്ളൂ. പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണം നിർമ്മിക്കുന്നതിന് വേണ്ടി ഹരിതകത്തിന്റെ സാന്നിധ്യമാണ് സസ്യകോശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഠിച്ചോളണേ. പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണം നിർമ്മിക്കുന്നതിന് വേണ്ടി ഹരിതകത്തിന്റെ സാന്നിധ്യമാണ് സസ്യകോശങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കോശഫേനം വലിപ്പമേറിയതും കോശത്തിന്റെ മധ്യഭാഗത്തായും കാണപ്പെടുന്നു. കോശഫേനത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? വലിപ്പമേറിയതായിരിക്കും. കോശത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായി കാണപ്പെടുകയും ചെയ്യും കോശഫേനം. എന്നാൽ അത് ജന്തുകോശത്തിലേക്ക് വരുമ്പോൾ കോശഫേനം വളരെ ചെറുതായിരിക്കും. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സസ്യകോശങ്ങൾ സാധാരണഗതിയിൽ ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ കാണപ്പെടുന്നു. സസ്യകോശങ്ങൾക്ക് കൃത്യമായൊരു കോശഭിത്തി ഉണ്ടായിരിക്കും. ഇത് സെല്ലുലോസ് നിർമ്മിതമായിരിക്കും കേട്ടോ. എന്താണ്? സെല്ലുലോസ് നിർമ്മിതമായിരിക്കും ഇത്തരം കോശഭിത്തികള്.
കോശമർമ്മം കോശത്തിലെ ഒരു വശത്തായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ജന്തുകോശത്തെ അപേക്ഷിച്ച് ലൈസോസോമുകളുടെ എണ്ണം സസ്യകോശത്തിൽ വളരെ കുറവായിരിക്കും. സസ്യകോശങ്ങളിൽ പ്ലാസ്റ്റിഡുകളുടെ സാന്നിധ്യം കണ്ടുവരുന്നു. പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണം നിർമ്മിക്കുന്നതിന് വേണ്ടി ഹരിതകത്തിലെ സാന്നിധ്യമാണ് സസ്യകോശങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ സസ്യകോശങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത ആരാണ്? ഹരിതകത്തിന്റെ സാന്നിധ്യമാണ്. ജന്തുകോശങ്ങളിലെ ഹരിതകമില്ല. കോശഫേനം വലിപ്പമേറിയതും കോശത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുകയും ചെയ്യുന്നു. പഠിക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതാണ് മാറ്റത്തിന്റെ പൊരുൾ. എന്താണ് മാറ്റത്തിന്റെ പൊരുൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കുവാണ്. എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി തന്നെ പഠിക്കേണ്ടതാണ് എന്താണ് ഊർജം. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്കൊന്ന് പഠിക്കാം. എന്താ സുഹൃത്തുക്കളെ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെ അറിയപ്പെടുന്ന പേരാണ് ഊർജം. ഇങ്ങനെ തന്നെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെ അറിയപ്പെടുന്ന പേരാണ് ഊർജം. ഊർജത്തിന്റെ പ്രധാന ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഊർജം ഏതൊക്കെ രീതിയിലുണ്ട് സുഹൃത്തുക്കളെ? നമ്മുടെ ചുറ്റും ശബ്ദോർജമുണ്ട്, പ്രകാശോർജമുണ്ട്, വൈദ്യുതോർജമുണ്ട്, താപോർജമുണ്ട്, ആണവോർജം, ഇങ്ങനെ പല രീതിയിലുള്ള ഊർജവും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ സുഹൃത്തുക്കളെ? അപ്പോ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെ അറിയപ്പെടുന്ന പേരാണ് ഊർജം എന്നുള്ളത്. ഊർജത്തിന്റെ പ്രധാന ഉദാഹരണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ശബ്ദോർജം, പ്രകാശോർജം, വൈദ്യുതോർജം, താപോർജം, ആണവോർജം എന്നിവയാണ്. പകൽ സമയങ്ങളിൽ കാഴ്ച സാധ്യമാക്കുന്നതിന് സഹായിക്കുന്ന ഊർജ രൂപം സൂര്യനിൽ നിന്നുള്ള പ്രകാശോർജമാണ്. പഠിച്ചു വെച്ചോളണേ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് എടുത്ത് ചോദിക്കും. പകൽ സമയങ്ങളിൽ കാഴ്ച സാധ്യമാക്കുന്നതിന് സഹായിക്കുന്ന ഊർജ രൂപം ചോദിച്ചു കഴിഞ്ഞാല് സൂര്യനിൽ നിന്നുള്ള പ്രകാശോർജമാണ് ശരിയായ ഉത്തരം. സൂര്യനിൽ നിന്നുള്ള പ്രകാശോർജമാണ് എന്ന് സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. അടുത്തതായി ഊർജത്തിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിവിധ രൂപങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങളും നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ രൂപം അതിൽ ഏതാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി പറഞ്ഞിരിക്കുന്ന സന്ദർഭമാണ് ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശോർജം എന്തായിരുന്നാലും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ താപോർജവും ഉണ്ടാകും. പ്രകാശോർജത്തിനൊപ്പം എന്തും ഉണ്ടാകും സുഹൃത്തുക്കളെ? താപോർജവും ഉണ്ടാകും. അത് പുതിയ ടൈപ്പ് LED ലൈറ്റ് ആയിരുന്നാലും ശരി, പണ്ടത്തെ നമ്മുടെ ഇൻകാൻഡസെന്റ് ലൈറ്റ് ആയിരുന്നാലും ശരി, പ്രകാശം ഉണ്ടാകുന്നുണ്ടോ, അതിലും വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ അതിനകത്ത് താപവും ഉണ്ടായിരിക്കും. യാതൊരു വ്യത്യാസവും അതിന്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ആരെ മാത്രമെന്നേ ഉള്ളൂ? പ്രകാശോർജത്തെ മാത്രമേ ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ടോർച്ച് പ്രകാശിക്കുന്ന സമയത്ത് പ്രകാശോർജവും താപോർജവും അവിടെ ഉണ്ടാകുന്നുവെങ്കിലും പ്രകാശോർജമാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകാറുണ്ട് അല്ലെ സുഹൃത്തുക്കളെ? മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും നമ്മൾ പ്രകാശോർജമാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രകാശോർജമാണ് ഇവിടെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തുമ്പോൾ പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്, താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത്? താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കും, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രകാശോർജം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ അവിടെ താപോർജമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ പ്രകാശോർജവും താപോർജവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. ടോർച്ച് ബൾബിന്റെ അതേ പ്രവർത്തനം തന്നെയാണ്. ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പ്രകാശോർജവും താപോർജവും ഉണ്ടാകും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് സുഹൃത്തുക്കളെ? പ്രകാശോർജമാണ്. നമ്മുടെ ടോർച്ച് പ്രകാശിക്കുന്ന സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. വൈദ്യുത ബൾബ് പ്രകാശിച്ചാലും താപോർജവും പ്രകാശോർജവും ഉണ്ടാകുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആരെ മാത്രമാണ്? പ്രകാശോർജത്തെ മാത്രമാണ്. പടക്കം പൊട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് കേട്ടോ. പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട ഊർജങ്ങളാണ് ഉണ്ടാകുന്നത്, ശബ്ദോർജവും താപോർജവും. ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? ശബ്ദോർജവും താപോർജവുമാണ് പടക്കം പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിൽ ശബ്ദോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് പ്രധാനമായിട്ടും ശബ്ദോർജമാണ്. പടക്കം പൊട്ടിക്കുന്നത് നമ്മൾ ശബ്ദം കേൾക്കാനല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ശബ്ദോർജമാണ് നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് സുഹൃത്തുക്കളെ പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്.
ടോർച്ച് പ്രകാശിക്കുന്ന സന്ദർഭത്തില് അവിടെ ഉണ്ടാകുന്ന ഊർജങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ പ്രകാശോർജവും താപോർജവുമാണ്. അതിൽ പ്രകാശോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്ത് പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നെങ്കിലും അവിടെയും പ്രകാശോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തിക്കുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നു എങ്കിലും നമ്മൾ താപോർജമാണ് അവിടെ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുവെങ്കിലും അവിടെയും നമ്മൾ പ്രകാശോർജമാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പടക്കം പൊട്ടുന്ന സമയത്ത് ശബ്ദോർജവും താപോർജവും ഉണ്ടാകുന്നു, എന്നാൽ അവിടെ ശബ്ദോർജമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നതെന്നും സുഹൃത്തുക്കളെ പഠിക്കുക. മറ്റൊരു പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ കുറെ സന്ദർഭങ്ങൾ നേരത്തെ തന്നതുപോലെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഇത്തരം സന്ദർഭത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഊർജങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നേരത്തെ സന്ദർഭം ഇപ്പോഴത്തെ സന്ദർഭം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നേരത്തെ സന്ദർഭം അല്ലെങ്കിൽ നേരത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആ ഊർജ്ജ രൂപത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം എന്നാണ് പഠിച്ചത്. എന്നാൽ ഇതിന്റെ കേസിൽ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സന്ദർഭം തന്നിരിക്കും, അവിടെ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് അവിടെ രൂപപ്പെടുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ സന്ദർഭം പൂത്തിരി കത്തുന്നു. പൂത്തിരി കത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ താപോർജം ഉണ്ടാകും. പൂത്തിരി വെറുതെ സൈലന്റ് ആയിട്ടാണോ സുഹൃത്തുക്കളെ കത്തുന്നത്? കരിപിരി സൗണ്ട് കേൾക്കുമല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്. പിന്നെ പൂത്തിരി നമ്മൾ എന്തിനാ കത്തിക്കുന്ന? പ്രധാനമായിട്ടും പ്രകാശോർജത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കത്തുന്ന പ്രകാശം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂത്തിരി കത്തിക്കുന്നത്. അതുകൊണ്ട് പൂത്തിരിയിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ താപോർജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്, പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്. പഠിക്കുക. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് താപം അനുഭവപ്പെടും. അപ്പോൾ അവിടെ താപോർജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ എഞ്ചിന്റെ അടുത്ത് കൈവച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അവിടെ താപോർജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ സൈലന്റ് ആണോ സുഹൃത്തുക്കളെ? ഇലക്ട്രിക്കൽ വണ്ടി പോലെ അല്ല. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ശബ്ദോർജം രൂപപ്പെടുന്നുണ്ട്. ശബ്ദോർജം രൂപപ്പെടുന്നുണ്ട്. ഇവിടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് യാന്ത്രികോർജമാണ്, അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ ഊർജമാണ്. മറക്കരുത്, യാന്ത്രികോർജം അവിടെ ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഊർജം ഏതാണ്? യാന്ത്രികോർജമാണ്. അതിനുശേഷം ഉണ്ടാകുന്നത് താപോർജമാണ്. അതിനുശേഷമാണ് ശബ്ദോർജം ഉണ്ടാകുന്നത് എന്ന് പഠിക്കുക. മിക്സിയുടെ പ്രവർത്തനം. മിക്സി പ്രവർത്തിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മിക്സിയുടെ ആ മോട്ടറിൽ നല്ല രീതിക്ക് ചൂടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോ താപോർജം ഉണ്ടാകുന്നുണ്ട് മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ. ഇനി ഏതെങ്കിലും ഒരു വീട്ടിൽ മിക്സി സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുക സുഹൃത്തുക്കളെ? ഇല്ല. അപ്പോ ഏതൊരു മിക്സി പ്രവർത്തിച്ചാലും ശബ്ദമുണ്ടാവും, അല്ലെങ്കിൽ മോട്ടർ കറങ്ങുമ്പോഴെന്തുണ്ടാവും? ശബ്ദമുണ്ടാവും. അപ്പോ ശബ്ദോർജവും മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മിക്സി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്നതാണ് യാന്ത്രികോർജം. ഇത് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ഈ യാന്ത്രികോർജം. അതുകൊണ്ട് യാന്ത്രികോർജത്തിന് അല്പം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കള്. മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് താപോർജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതും എന്താണ്? അതിലെ യാന്ത്രികോർജമാണ്. പഠിക്കുക. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു. മിക്സി പ്രവർത്തിക്കുന്നതിന്റെ അതേ പ്രവർത്തന തത്വമാണ് ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോഴും. ഒന്നുമില്ല, ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ അവിടെ താപമുണ്ടാകുന്നു, അപ്പോൾ താപോർജം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് ശബ്ദം ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് അവിടെ ശബ്ദോർജം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറിന്റെ പുറത്ത് വരുന്ന ആ യാന്ത്രികോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ അവിടെ യാന്ത്രികോർജവും ഉണ്ടാകാറുണ്ട്. ഇത് മൂന്നും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സന്ദർഭങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഇവയെല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് PSC ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കും. ഇത്രയും നേരം നമ്മൾ യാന്ത്രികോർജം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് യാന്ത്രികോർജം എന്ന് നമുക്കൊന്ന് നോക്കാം സുഹൃത്തുക്കളെ. എന്താണ് യാന്ത്രികോർജം? വൈദ്യുതോർജം ഇന്ധനങ്ങളും കത്തുമ്പോൾ, വൈദ്യുതോർജമോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോഴോ ഉണ്ടാകുന്ന ഊർജം എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കുന്നതിനും കഴിയുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും
ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രങ്ങൾ ചലിക്കുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം അറിയപ്പെടുന്ന പേരാണ് യാന്ത്രികോർജം എന്നുള്ളത്. ഇത്രയെങ്കിലും സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് യാന്ത്രികോർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുതോർജം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴോ ഉണ്ടാകുന്ന ഊർജത്തിനെ നമ്മൾ ഒരു എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കുന്നതിനും കഴിയുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ഇതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഊർജമാണ് രാസോർജം. ഇപ്പോ PSCയുടെ ട്രെൻഡിങ് കിടക്കുന്നതാണ് ഈ യാന്ത്രികോർജവും രാസോർജവും. കേട്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ എന്താണ് രാസോർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അങ്ങ് പഠിച്ചോളണേ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അറിയപ്പെടുന്ന പേരാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സൗരോർജത്തെ സസ്യങ്ങൾ രാസോർജമാക്കി മാറ്റുന്നു. പ്രകാശ സംശ്ലേഷണം വഴി സൗരോർജത്തെ സസ്യങ്ങൾ രാസോർജമാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. വിറക് കത്തിക്കുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കും. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. എല്ലാ വസ്തുക്കൾക്കും രാസോർജമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും രാസോർജമുണ്ട്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്താണ് രാസോർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സൗരോർജത്തെ സസ്യങ്ങൾ രാസോർജമാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുകയും ചെയ്യുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. എല്ലാ വസ്തുക്കൾക്കും രാസോർജമുണ്ട്. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾ ഭൂവൽക്കത്തിന്റെ ഉപരിമണ്ഡലത്തിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളായ ഇന്ധനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഇതിൽ PSC ചോദിച്ചിട്ടുണ്ട് ഫോസിൽ ഇന്ധനങ്ങൾ എന്തിന്റെ രൂപാന്തരമാണ്? ഉത്തരം ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബണുകളായ സംയുക്തങ്ങളാണ്. പഠിക്കുക. ഫോസിൽ ഇന്ധനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബണുകളുടെ സംയുക്തങ്ങളാണ് ഓരോ ഫോസിൽ ഇന്ധനങ്ങളും. പഠിക്കുക. PSC +2 ലെവൽ കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് പഠിക്കുക. പണ്ടുകാലത്ത് നശിച്ചുപോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടത്തിൽ നിന്നുമാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. പണ്ടുകാലത്ത് നശിച്ചുപോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടത്തിൽ നിന്നുമാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നതെന്നും പഠിക്കുക. ഒരു കൺഫ്യൂഷനും വേണ്ട. ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ് ഫോസിൽ ഇന്ധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂവൽക്കത്തിന്റെ ഉപരിമണ്ഡലത്തിൽ നിന്നും കുഴിച്ചെടുക്കുന്ന, അതായത് ഉപരിമണ്ഡലം എന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് നിന്നും കുഴിച്ചെടുക്കുന്ന ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളായ ഇന്ധനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഇവിടെ നിന്ന് PSC ചോദിച്ചത് ഫോസിൽ ഇന്ധനങ്ങൾ കെമിക്കൽ പരമായിട്ട് എന്താണെന്നാണ്. ഉത്തരം ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പണ്ടുകാലങ്ങളില് നശിച്ചുപോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടത്തിൽ നിന്നുമാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുത്തുന്നതെന്നും പഠിക്കുക. ഫോസിൽ ഇന്ധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഊർജം സൂര്യനിൽ നിന്ന് ലഭിച്ചതാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിച്ചോളണേ. ഫോസിൽ ഇന്ധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം സൂര്യനിൽ നിന്നും ലഭിച്ചതാണ്. ഫോസിൽ ഇന്ധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം എവിടെ നിന്നാ സുഹൃത്തുക്കളെ? സൂര്യനിൽ നിന്നും ലഭിച്ചതാണ്. പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. കൽക്കരി, പെട്രോളിയം, ഡീസൽ, പ്രകൃതിവാതകം, LPG. കൽക്കരി, പെട്രോള്, ഡീസല്, പ്രകൃതിവാതകം, LPG ഇവയെല്ലാം പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങളാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനത്തിന് ഉദാഹരണം എന്ന് ഒരുപാട് തവണ PSC LGSനും LDക്കും ഒരുപോലെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് ഈ ഭാഗം പഠിക്കുക. പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധന ഉദാഹരണങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? കൽക്കരി, പെട്രോള്, ഡീസല്, പ്രകൃതിവാതകം, LPG എന്നിവയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് അവസ്ഥാമാറ്റം. എന്താ സുഹൃത്തുക്കളെ അവസ്ഥാമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥാമാറ്റം എന്ന്. വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോൾ, ഇങ്ങനെ തന്നെ പഠിച്ചോളണേ, വസ്തുക്കൾ മതിയായ അളവില് താപോർജം സ്വീകരിക്കുമ്പോൾ പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു.
അപ്പോൾ എന്തെങ്കിലും ഒരു ഊർജ്ജം, ശബ്ദോർജോ പ്രകാശോർജോ ഒന്ന് പുറത്തു പോയാൽ പോരാ. ആര് പുറത്തു പോകണം? ഒന്നീ താപോർജം പുറത്തു പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? താപോർജത്തെ സ്വീകരിക്കണം. അപ്പോ വസ്തുക്കള് മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴോ പുറത്തു വിടുമ്പോഴോ അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് അവസ്ഥാമാറ്റം എന്ന്. താപോർജം സ്വീകരിച്ച ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറ്റപ്പെടുന്നു. ഒരു വസ്തു താപോർജം സ്വീകരിച്ച് ആദ്യം അവൻ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. തുടർന്ന് നമ്മൾ താപം കൊടുത്തു കഴിഞ്ഞാല് ആ ദ്രാവകാവസ്ഥയിരിക്കുന്ന വസ്തു എന്തായിട്ട് മാറും? വാതകാവസ്ഥയിലേക്ക് മാറും. ഒന്നുമില്ല സുഹൃത്തുക്കളെ, നമ്മൾ ഒരു ഐസ് കട്ട എടുക്കുവാണെന്ന് കരുതുക, ഒരു ഐസ് ക്യൂബ് എടുക്കുവാണെന്ന് കരുതുക. ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് താഴെ നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഐസ് കട്ട എന്ത് ചെയ്യും? താപം സ്വീകരിക്കും അല്ലെ? താപം എവിടെന്നാ സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലെയിമിൽ നിന്ന് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ തീയിൽ നിന്ന് എന്ത് ചെയ്യും? താപം ആര് സ്വീകരിക്കും? നമ്മുടെ ഐസ് കട്ട സ്വീകരിക്കുകയും ഐസ് കട്ട എന്തായിട്ട് മാറും? ജലമായിട്ട് മാറുകയും ചെയ്യും അല്ലെ? അല്പസമയം കഴിയുമ്പോൾ ഐസ് കട്ട എന്തായിട്ട് മാറും? ജലമായിട്ട് മാറും. എന്നാൽ ഈ ജലത്തിലേക്ക് പിന്നെയും നമ്മൾ താപം കൊടുക്കുവാണെങ്കിലോ ആ ജലം എന്ത് ചെയ്യും? പയ്യെ പയ്യെ ബോയിൽ ചെയ്യാൻ തുടങ്ങുമല്ലേ, അല്ലെങ്കിൽ തിളയ്ക്കാൻ തുടങ്ങുകയും ആ ജലം എന്തായിട്ട് മാറുകയും ചെയ്യും? നീരാവിയായിട്ട് മാറുകയും ചെയ്യും. ഇതിനെയാണ് അവസ്ഥാമാറ്റം എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് ടെക്സ്റ്റ് ബുക്കിന്റെ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു ഐസ് എടുത്തിട്ട് നമ്മളൊരു ട്രേക്കകത്ത് വെച്ചിട്ട് ആ ട്രേ ചൂടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഐസ് ഉരുകി എന്ത് ചെയ്യും? അല്പസമയത്തിനുള്ള ജലമാകും. ഇങ്ങനെ മുഴുവൻ ഐസ് ഉരുകി ജലമായി തീർന്നിട്ട് പിന്നെയും നമ്മൾ താപം കൊടുത്തുകൊണ്ടിരുന്നാല് ആ ജലം എന്ത് ചെയ്യും? തിളയ്ക്കുകയും അത് നീരാവിയായിട്ട് എന്ത് ചെയ്യും? മാറുകയും ചെയ്യും. ഈ പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് സത്യത്തിൽ എന്ത്? അവസ്ഥാമാറ്റം എന്ന്. ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറും. ഒന്നുമില്ല സുഹൃത്തുക്കളെ, നീരാവിയായിട്ടിരിക്കുന്ന ജലമാണെന്ന് കരുതുക. നീരാവിയായിട്ടിരിക്കുന്ന ജലമാണെന്ന് കരുതുക. ഈ നീരാവി തണുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു വസ്തു തണുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? താപം പുറത്തേക്ക് പോകുന്നു. താപം പുറത്തു പോയി കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു വസ്തു തണുത്തു എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ നീരാവി അവൻ സ്വീകരിച്ച താപത്തിനെ മൊത്തവും പുറത്ത് കളഞ്ഞുകൊണ്ട് എന്തായിട്ട് മാറും? ജലമായിട്ട് മാറും. ഇനി ഈ ജലം പിന്നെയും എന്ത് ചെയ്യുന്നു? താപത്തെ പുറത്തുവിടുന്നു എന്ന് കരുതുക. ജലമായി ആ ജലം എന്ത് ചെയ്തു? ചൂടാണ്. ആ ചൂട് ജലം പിന്നെയും തണുക്കുന്നു എന്ന് കരുതുക. അപ്പോ തണുപ്പുണ്ടാകുന്നു, തണുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വസ്തുവിൽ നിന്നും താപം നീക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ താപം നീക്കപ്പെട്ടു കഴിഞ്ഞാൽ ജലം എന്തായിട്ട് മാറും? ഖരരൂപത്തിലുള്ള ഐസായിട്ട് മാറുകയും ചെയ്യും. അതാ പറഞ്ഞത്, ഒരു വസ്തുവിന്റെ അവസ്ഥാമാറ്റം സംഭവിക്കാൻ ഒന്നുകിൽ താപം നമ്മൾ നൽകണം, അല്ലെങ്കിൽ താപം നമ്മൾ ആ വസ്തുവിൽ നിന്നും പുറത്തേക്ക് കളയണം, അല്ലെങ്കിൽ പുറത്തു കളയണം. എങ്കിൽ മാത്രമേ ഒരു വസ്തുവിന് അവസ്ഥാമാറ്റം ഉണ്ടാവുകയുള്ളൂ. സുഹൃത്തുക്കൾ പഠിക്കുക. അപ്പൊ ജലത്തിന്റെ 3 അവസ്ഥകൾ ചോദിച്ചാൽ അറിയാലോ: ഖരം, ദ്രാവകം, വാതകം. ഈ ഒരു എക്സ്പെരിമെന്റ് രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് സുഹൃത്തുക്കൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അടുത്തതാണ് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അവസ്ഥയിലോ രൂപത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അവസ്ഥയിലോ രൂപത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ ഉരുകുന്നു. ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ ഉരുകുന്ന എന്തിനുദാഹരണമാണ്? അവസ്ഥാമാറ്റത്തിന് ഉദാഹരണമാണ്. PSC എടുത്ത് ചോദിക്കും കേട്ടോ. താഴെ പറയുന്നതിൽ അവസ്ഥാമാറ്റത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ കിടക്കും. ഉറച്ച നെയ്യ് ചൂടാകുമ്പോൾ ഉരുകുന്നത് എന്തിന് കാരണമാണ്? അവസ്ഥാമാറ്റത്തിനാണ്. പച്ചക്കറികൾ മുറിക്കുമ്പോൾ ചെറു കഷ്ണങ്ങളായി മാറുന്നത് അവസ്ഥാമാറ്റമാണ്. PVC പൈപ്പ് ചൂടാക്കുമ്പോൾ വികസിക്കുന്നത് അവസ്ഥാമാറ്റമാണ്. മെഴുകു ചൂടാകുമ്പോൾ ഉരുകുന്നത് അവസ്ഥാമാറ്റമാണ്. പേപ്പർ കീറുമ്പോൾ ചെറു കഷ്ണങ്ങളായി മാറുന്നത് അവസ്ഥാമാറ്റമാണ്. കുപ്പി പൊട്ടിക്കുമ്പോൾ ചെറു കഷ്ണങ്ങളായി മാറുന്നതും അവസ്ഥാമാറ്റമാണ്. അതുപോലെ അരക്ക് ചൂടാക്കുമ്പോൾ ഉരുകുന്നത് അവസ്ഥാമാറ്റമാണ്. ചക്കയരക്കല്ല കേട്ടോ. അരക്ക് ചൂടാക്കുമ്പോൾ ഉരുകുന്നതിന് കാരണം ചോദിച്ചാലും അത് അവസ്ഥാമാറ്റമാണ്. പേപ്പർ ചുരുട്ടുമ്പോൾ അതിന്റെ ആകൃതി മാറുന്നത് എന്താണ്? രൂപത്തിലുള്ള മാറ്റം, അല്ലെങ്കിൽ അവസ്ഥയിലുള്ള മാറ്റമാണ്. പഠിക്കുക. അപ്പോൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലോ രൂപത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ ഉരുകുന്നു. പച്ചക്കറികൾ മുറിക്കുമ്പോൾ ചെറു കഷ്ണങ്ങളായി മാറുന്നു. PVC പൈപ്പ് ചൂടാക്കുമ്പോൾ വികസിക്കുന്നു. മെഴുക് ചൂടാക്കുമ്പോൾ ഉരുകുന്നു. പേപ്പർ കീറുമ്പോൾ ചെറു കഷ്ണങ്ങളായി മാറുന്നു. കുപ്പി പൊട്ടുമ്പോൾ ചെറു കഷ്ണങ്ങളായി മാറുന്നു. അരക്ക് ചൂടാക്കുമ്പോൾ ഉരുകുന്നു. പേപ്പർ ചുരുട്ടുമ്പോൾ അതിന്റെ ആകൃതി മാറുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഭൗതിക മാറ്റം. എന്താ സുഹൃത്തുക്കളെ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അവസ്ഥ, ആകൃതി, വലിപ്പം.
ഒന്നുകൂടി പറയാം. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ എന്നറിയപ്പെടുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതുമെല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. പഠിച്ചോളനെ, വികസിക്കുന്നതും അതുപോലെ ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റം മൂലം പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നില്ല. ഭൗതിക മാറ്റം മൂലം പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നില്ല. നേരത്തെ 2-3 എക്സാമ്പിൾ എടുത്ത് സുഹൃത്തുക്കൾക്ക് ഇത് ക്ലിയർ ചെയ്ത് തരാം. സംഭവം ഒന്നുമില്ല സുഹൃത്തുക്കളെ. എന്റെ കയ്യിൽ ഒരു വെണ്ടക്ക ഇരിക്കുവാണെന്ന് കരുതുക. നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും പച്ചക്കറി മുറിച്ചവരായിരിക്കും. ഈ വെണ്ടക്കയെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കുവാണെന്ന് സുഹൃത്തുക്കൾ കരുതുക. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നത്, ആ വെണ്ടക്കയുടെ ആകൃതിയും വലിപ്പത്തിലും വ്യത്യാസം വരുമല്ലേ. വെണ്ടയ്ക്ക നേരത്തെ ഒരു വലിയ പീസായിട്ടാണ് ഇരുന്നത്, അതിനെ നമ്മൾ മുറിച്ച് ചെറു കഷ്ണങ്ങളാക്കി. അതിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആ വെണ്ടക്കയുടെ രുചിക്ക് എന്തെങ്കിലും വ്യത്യാസം കാണോ? ഇല്ല. വെണ്ടക്കയുടെ രുചിക്ക് യാതൊരു വ്യത്യാസവും കാണൂല. പക്ഷെ ആദ്യം ഇരുന്ന വെണ്ടക്കയുടെ രൂപത്തിലാണോ ഇപ്പൊ അവ ഇരിക്കുന്നത്? അല്ല. അല്ലേ? കാരണം എന്താണ്, മുറിഞ്ഞു ചെറു കഷ്ണങ്ങളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് അവന്റെ ഭൗതികകരമായ മാറ്റം മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. രാസപരമായിട്ട് അവനൊരു വ്യത്യാസവും ഇല്ല. അല്ലെങ്കിൽ രുചിക്കോ അവന്റെ മണത്തിനോ ഗുണത്തിനോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല. അത് വെണ്ടയ്ക്ക തന്നെയാണ്. പക്ഷെ അവന്റെ വലിപ്പവും ആകൃതിയും അവൻ ഇരുന്ന പണ്ടത്തെ രൂപവും മാത്രമേ എനിക്ക് മാറ്റുവാൻ കഴിഞ്ഞുള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഭൗതിക മാറ്റം എന്ന്. അപ്പോ വെണ്ടയ്ക്ക മുറിച്ചപ്പോ ഒരു പുതിയ പദാർത്ഥം വല്ലതും ഉണ്ടായോ? പുതിയൊരു രൂപത്തിലുള്ള വെണ്ടയ്ക്കയായി മാറിയോ? ഇല്ല. വെണ്ടയ്ക്ക പഴയ വെണ്ടയ്ക്ക തന്നെയാണ്. അതിന് ഒരു വ്യത്യാസവുമില്ല. പക്ഷെ അവന്റെ ലുക്കും ഷേപ്പും ഒക്കെ ഒന്ന് മാറിയെന്നേ ഉള്ളൂ. ഇതിന് പറയുന്ന പേരാണ് ഭൗതിക മാറ്റം. അപ്പൊ ഇവിടെ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ഭൗതിക മാറ്റം മൂലം പുതിയൊരു പദാർത്ഥം ഒരിക്കലും ഉണ്ടാകില്ല. ഭൗതിക മാറ്റം മൂലം പുതിയൊരു പദാർത്ഥം ഒരിക്കലും ഉണ്ടാകില്ല. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് രാസമാറ്റം. ഇവനാ വില്ലൻ കേട്ടോ. രാസമാറ്റം പദാർത്ഥങ്ങളിൽ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് രാസമാറ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പദാർത്ഥങ്ങളില് ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയൊരു പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് രാസമാറ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാസമാറ്റം സ്ഥിരമായ മാറ്റമാണ്. രാസമാറ്റം ഒരു സ്ഥിരമായ മാറ്റമാണ്. ഒന്നുകൂടി പറഞ്ഞു തരാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. എന്താണ് രാസമാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പദാർത്ഥങ്ങളിൽ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്തുകൊണ്ട് പുതിയൊരു പദാർത്ഥമായി മാറുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് രാസമാറ്റം. എന്താണ് രാസമാറ്റം? രാസമാറ്റം എപ്പോഴും സ്ഥിരമാറ്റമായിരിക്കും. രാസമാറ്റം എപ്പോഴും സ്ഥിരമാറ്റമായിരിക്കും. പഠിക്കുക. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം. വേറൊന്നുമില്ല, നമ്മൾ പണ്ട് കാലത്തെ കളിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നുമില്ല, നമ്മളൊരു പാത്രം എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടതിന് ശേഷം ആ പാത്രത്തിന്റെ അടിയിൽ നമ്മൾ താപം കൊടുത്തു കഴിഞ്ഞാൽ, തീ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആദ്യം പഞ്ചസാര ഉരുകുമല്ലേ. ഉരുകി എന്ത് ചെയ്യും? പഞ്ചസാര ഒരു ദ്രവരൂപത്തിലാവും. കാരണം എന്താണ്? പഞ്ചസാരയിലേക്ക് താപം നമ്മൾ കുത്തി കയറ്റി കൊടുക്കുവാണല്ലേ. അപ്പൊ എന്ത് ചെയ്യും? പഞ്ചസാര എന്ന് പറയുന്ന ഖരരൂപത്തിൽ നിന്ന് അവൻ എന്തോട്ട് മാറും? ദ്രവരൂപത്തിലേക്ക് മാറും. ഈ ദ്രവരൂപത്തിലായതിനു ശേഷം പിന്നെയും ഞാൻ താപം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? അവിടെ ഇരുന്ന പഞ്ചസാര കരിയും അല്ലേ. നമ്മൾ പറയും പഞ്ചസാര എന്ത് ചെയ്യും? കരിയും. ഇങ്ങനെ പഞ്ചസാര കരിയുന്നതോടുകൂടി പഞ്ചസാരയുടെ രൂപത്തിലും അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഗുണത്തിലും മാറ്റം ഉണ്ടാവും അല്ലേ സുഹൃത്തുക്കളെ. ആ കരി പിടിച്ച പഞ്ചസാര തിന്നു കഴിഞ്ഞാൽ അതിന് മധുരം കാണോ? കാണില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് കാർബണിന്റെ രൂപമായിട്ട് മാറും കേട്ടോ. പഞ്ചസാരയിൽ പിന്നെ നമ്മൾ താപം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാർബൺ മാത്രമേ കാണുള്ളൂ. അതിനെന്താണ്? ഒരു കയ്പായിരിക്കും അല്ലെ. ഒരു കരിയായിരിക്കും അല്ലെങ്കിൽ ഒരു കയ്പായിരിക്കും. അപ്പോ പഞ്ചസാര എന്ന് പറയുന്നത് വളരെ തിളക്കമുള്ള ക്രിസ്റ്റൽ രൂപത്തിൽ അല്ലെങ്കിൽ തരി രൂപത്തിൽ ഉണ്ടായിരുന്ന ഖരവസ്തുവായിരുന്നു. ഇപ്പോൾ അത് കരി പോലുള്ള ഒരു ഖരവസ്തുവായിട്ട് മാറി. അതിന്റെ അർത്ഥം എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന പഞ്ചസാരയുടെ രാസപരമായിട്ടുള്ള മാറ്റമാണ് ഞാൻ അവിടെ വരുത്തിയത്. അതായത് അവന്റെ രൂപം മൊത്തം മാറി, അവന്റെ ഘടന മാറി, അവന്റെ സ്വഭാവം മാറി, അവന്റെ രുചി മാറി, മുഴുവൻ കാര്യങ്ങളും ഞാൻ മാറ്റി. അതിന്റെ അർത്ഥം ഞാൻ രാസപരമായിട്ട് പഞ്ചസാരയെ അങ്ങ് മാറ്റി. ഞാൻ രാസപരമായിട്ട് പഞ്ചസാരയെ മാറ്റാൻ എന്താ ചെയ്തത്? താപം നൽകുകയാണ് ചെയ്തത്. അതാണ് പറഞ്ഞത്, നമ്മള് ഒരു പദാർത്ഥത്തിലോട്ട് ഊർജം കൊടുക്കുകയോ അതിൽ നിന്നും ഊർജം നമ്മൾ തിരിച്ചു പുറത്തുവിടുകയോ ചെയ്തുകൊണ്ട് പുതിയൊരു പദാർത്ഥമാക്കി അതിനെ എന്ത് ചെയ്യും?
മാറ്റും. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് രാസമാറ്റം. ഇത് രണ്ടും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി രാസമാറ്റത്തിന്റെ പ്രധാനപ്പെട്ട നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രാസമാറ്റത്തിന് നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ: ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നത്. ചോറെടുത്ത് നമ്മൾ വായിൽ വെച്ചിട്ട് അല്പനേരം ചവച്ചു കഴിഞ്ഞാൽ മധുരം അനുഭവപ്പെടുന്നതിന് കാരണം ആ ചോറിന്റെ രാസപരമായ ചോറിന് മാറ്റം ഉണ്ടാകുമ്പോഴാണ് ആ മധുരം അനുഭവപ്പെടുന്നത്. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മാറുന്നത്, അല്ലെ സുഹൃത്തുക്കളെ? അതുകൊണ്ടാണ് നമ്മുടെ കൈയുടെയും കാലിന്റെയും ഒക്കെ എല്ലിന്റെ എക്സ്റേ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ എക്സ്റേ മെഷീനിലൂടെ അല്ലെങ്കിൽ ആ എക്സ്റേ കടന്നു പോകുന്ന സമയത്ത് ആ ഫിലിമിന്റെ എന്താണ് നിറം മാറുന്നത്. വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നത്. വസ്ത്രങ്ങളിലെ വെയിലേറ്റ് നിറം മങ്ങുന്നതിന് കാരണവും എന്താണ്? രാസമാറ്റമാണ്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിൽ തിരിച്ച് ആ വസ്തു തിരിച്ച് അതുപോലെ ആവോ? വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചാ നിറം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ തിരിച്ച് വെയിലിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിറം തിരിച്ച് അതുപോലെ വരുമോ സുഹൃത്തുക്കളെ? രാസമാറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥിരമാറ്റമായിരിക്കും. ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നതും രാസമാറ്റത്തിന് ഉദാഹരണമാണ്. മാങ്ങ പഴുക്കുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമാണ്. മാങ്ങ പഴുക്കുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമാണ്. പഴുത്ത മാങ്ങ നമ്മൾ തിരിച്ചു പറിച്ചു വെച്ച് കഴിഞ്ഞാൽ പച്ചമാങ്ങ ആവോ? ഇല്ല. അപ്പോൾ അവിടെയും രാസമാറ്റമാണ് സംഭവിച്ചത്. ഒന്നുകൂടി പറയാം, രാസമാറ്റത്തിന് നിത്യജീവിതത്തിലെ പ്രധാന ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നത്, എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മാറുന്നത്, വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നത്, ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നത്, മാങ്ങ പഴുക്കുന്നത് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലേക്കാണ്. 3ാമത്തെ സയൻസ് ചാപ്റ്ററിന്റെ പേരെന്താണ്? പൂവിൽ നിന്നും പൂവിലേക്ക്. എന്താ സുഹൃത്തുക്കളെ? പൂവിൽ നിന്നും പൂവിലേക്ക്. ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് LD ലെവൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക, പൂവിൽ നിന്നും പൂവിലേക്ക്. പൂവിന്റെ പ്രധാന ഭാഗങ്ങളാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. പൂഞ്ഞെട്ട്. എന്താ സുഹൃത്തുക്കളെ പൂഞ്ഞെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൂഞ്ഞെട്ട്. കണ്ടോ, ഇതാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത് കേട്ടോ. പൂക്കളെ ചെടിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ദണ്ട് പോലുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് പൂഞ്ഞെട്ട് എന്നുള്ളത്. പുഷ്പാസനം. പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്ന ഭാഗമാണ് പുഷ്പാസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ടോ, ഇരിക്കുന്ന ഇതാണ് കേട്ടോ പുഷ്പാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പുഷ്പത്തിന് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇരിപ്പിടം ഉണ്ടാക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് പുഷ്പാസനം എന്നുള്ളത്. ദളം. പൂവിന്റെ നിറവും മണവും ആകർഷണവും നൽകുന്ന ഭാഗമാണ് ദളം എന്ന് പറയുന്നത്. ഒരു പൂവിന് നിറവും മണവും ആകർഷണവും നൽകുന്ന ഭാഗം ഏതാണ്? പൂവിന്റെ ദളമാണ്. കേസരപുടം. കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് കേസരപുടം എന്ന് പറയുന്നത്. പൂവിലെ ആലിംഗാവയവം പരാഗിയും തന്തുവും ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് കേസരപുടം എന്നുള്ളത്. എന്താണ് കേസരപുടം എന്നുള്ളത്? ഒന്നുമില്ല, പൂവിന്റെ ആലിംഗാവയവം പരാഗിയും, ഇതാണ് കേട്ടോ പരാഗിയും, അതുപോലെ എന്താണ് തന്തു, ഈ ഇരിക്കുന്നതാണ് തന്തു എന്ന് പറയുന്നത്. ഇതും ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് കേസരപുടം എന്ന്. എന്താണ് കേസരപുടം എന്ന്. അടുത്തതാണ് ജനിപുടം. കണ്ടോ സുഹൃത്തുക്കളെ, ഈ വെള്ളയായിട്ടിരിക്കുന്ന ഭാഗം കണ്ടോ, ഇതിവിടെയാണ് കേട്ടോ ജനിപുടം വരുന്നത്. അപ്പൊ എന്താണ് ജനിപുടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൂവിലെ പെൺലിംഗാവയവവും പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ടാശയം എന്നിവ ചേർന്നതാണ് ജനിപുടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൂവിലെ പെൺലിംഗാവയവം, പരാഗസ്ഥലം, ജനിതണ്ട്, അണ്ടാശയം എന്നിവ ചേർന്നതാണ് ജനിപുടം എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിതളം. എന്താ സുഹൃത്തുക്കളെ വിതളം എന്ന് പറയുന്നത്? മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പൂവിനെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന പൂവിന്റെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് വിതളം. കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് വിതളം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിതളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞ അതിനുശേഷം പൂവിന്റെ താങ്ങിയായി നിലനിൽക്കുകയും ചെയ്യുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് വിതളം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. പൂക്കളിൽ നിന്നുമാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. ശരിയാണല്ലേ സുഹൃത്തുക്കളെ? പൂക്കളിൽ നിന്നുമാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ പൂക്കളിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നു. ഫലത്തിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാകുന്നത്. ജീവിവർഗങ്ങൾ അവയുടെ തുടർച്ച നിലനിർത്താൻ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പ്രത്യുൽപാദനം. അപ്പോൾ എന്താണ് പ്രത്യുൽപാദനം ചോദിച്ചു കഴിഞ്ഞാല് ജീവിവർഗങ്ങൾ അഥവാ ജീവനുള്ളവ അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പ്രത്യുൽപാദനം എന്ന്. സസ്യങ്ങളിൽ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്നറിയപ്പെടുന്നത് പൂക്കളാണ്. LD
ലെവൽ ക്വസ്റ്റ്യൻ ആണ്. LD ലെവല് പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ തവണ. സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്നറിയപ്പെടുന്നത് പൂക്കളാണ്. പഠിക്കുക. അല്ലെങ്കിൽ ഇനി മറ്റൊരു രീതി ചോദിച്ചു കഴിഞ്ഞാല് ജനിപുടവും കേസരപുടവുമാണ്. അങ്ങനെ വേണമെങ്കിലും PSC ചോദിക്കാം. സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്നറിയപ്പെടുന്നത് പൂക്കളാണ്. പൂക്കളിൽ തന്നെ ആരാണ്? ജനിപുടവും കേസരപുടവുമാണ്. പൂക്കളിൽ തന്നെ ജനിപുടവും കേസരപുടവുമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ. എന്താ സുഹൃത്തുക്കളെ ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടല്ലേ, ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്ന പുഷ്പങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ. എന്താണ്? ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്ന പുഷ്പങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പുരുഷാവയവവും സ്ത്രീ അവയവവും ഒരേ പുഷ്പത്തിൽ തന്നെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വിലിംഗ പുഷ്പം എന്നുള്ളത്. ദ്വിലിംഗ പുഷ്പത്തിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒന്നാമത്തത് അരളി. ഇപ്പോ ഏറി നിൽക്കുന്നതാണല്ലേ അരളി, അതുപോലെ ചെമ്പരത്തി, വെണ്ട, റോസ, തക്കാളി, സൂര്യകാന്തി, കടുക്. പഠിച്ചോളണേ, ഇവന്മാരെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന എക്സാമ്പിൾസ് ആണ്. എന്തൊക്കെയാണ്? അരളി, ചെമ്പരത്തി, വെണ്ട, റോസ, തക്കാളി, സൂര്യകാന്തി, കടുക് എന്നിവയാണ് ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണം. ഇതില് ചെമ്പരത്തിയും അതുപോലെ തന്നെ റോസയും സുഹൃത്തുക്കള് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് അരളി കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദ്വിലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം: അരളി, ചെമ്പരത്തി, വെണ്ട, റോസ, തക്കാളി, സൂര്യകാന്തി, കടുക് എന്നിവയാണ്. ഏകലിംഗ പുഷ്പങ്ങൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ആരെയാണ്? ഏകലിംഗ പുഷ്പങ്ങളെയാണ്. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നുവെങ്കിൽ അത്തരം പുഷ്പങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഏകലിംഗ പുഷ്പങ്ങള്. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നുവെങ്കിൽ അത്തരം പുഷ്പങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഏകലിംഗ പുഷ്പങ്ങൾ. അതായത് ഈ പുഷ്പങ്ങൾ രണ്ടു സസ്യങ്ങളിലല്ല കാണപ്പെടുന്നത്, ഒരു സസ്യത്തിൽ തന്നെ രണ്ട് പൂക്കളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഒന്നെന്ത് ചെയ്യും? കേസരപുടമുള്ള ഒരു പുഷ്പമായിരിക്കും, മറ്റൊരു പുഷ്പം എന്തായിരിക്കും? ജനിപുടവുമായിട്ടായിരിക്കും വളർന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുഷ്പങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഏകലിംഗ പുഷ്പങ്ങൾ. ഏകലിംഗ പുഷ്പങ്ങളുടെ കേസരപുടം മാത്രമുള്ള പുഷ്പങ്ങളായ ആൺപൂക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏകലിംഗ പുഷ്പങ്ങളിലെ കേസരപുടം മാത്രമുള്ള പുഷ്പങ്ങളാണെങ്കിൽ അതിനെ ആൺപൂക്കൾ എന്നും, ജനിപുടം മാത്രമാണെങ്കിൽ അതിനെ പെൺപൂക്കൾ എന്നും അറിയപ്പെടുന്നു. ജനിപുടം മാത്രമുള്ള പുഷ്പങ്ങളാണെങ്കിൽ അതിനെ പെൺപൂക്കൾ എന്നും അറിയപ്പെടുന്നു. ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് എന്നിവയാണ് ഇതിലെ. തെങ്ങും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ പാവലും നന്നായിട്ട് പഠിച്ചു വെച്ചോളണേ. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാല് മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് എന്നിവയാണ്. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. കണ്ടോ, പാവലില് ആൺപുഷ്പവുമുണ്ട് പെൺപുഷ്പവുമുണ്ട്. പക്ഷെ അവർ രണ്ടും രണ്ട് പുഷ്പങ്ങളായിട്ടാണ് ഒരു ചെടി കാണപ്പെടുന്നതെന്ന് സുഹൃത്തുക്കൾ പഠിക്കുക. ഇത്തരം പുഷ്പങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഏകലിംഗ പുഷ്പങ്ങൾ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ആൺമരവും പെൺമരവും. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഒരു സസ്യത്തിൽ തന്നെ എന്തുണ്ട്? ആൺപുഷ്പവുമുണ്ട് പെൺപുഷ്പവുമുണ്ട്. എന്നാൽ ഈ കേസ് വരുമ്പോൾ മൊത്തം തകിടം മറിയുന്നു. ഇതിൽ മരം തന്നെ അല്ലെങ്കിൽ ആ വൃക്ഷം അല്ലെങ്കിൽ ആ സസ്യം തന്നെ ആണും പെണ്ണുമായിട്ടുണ്ട് കേട്ടോ. അത്തരത്തിലുള്ളതാണ് ആൺമരവും പെൺമരവും. നമുക്ക് നോക്കാം. ചിലയിനം സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും വെവ്വേറെയായി കാണപ്പെടുന്നു. ഏകലിംഗ പുഷ്പവുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ? അവിടെ ഒരു സസ്യത്തിൽ തന്നെ ആൺപുഷ്പവുമുണ്ട് പെൺപുഷ്പവുമുണ്ട്. ഇവിടെ സസ്യം തന്നെ ആണും പെണ്ണും ആയിട്ട് മാറിയിരിക്കും കേട്ടോ. ഒരു സസ്യം തന്നെ ആണ് കാണും, അതേ സസ്യത്തിന് എന്ത് ചെയ്യും? പെണ്ണും കാണും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ആൺമരവും പെൺമരവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഇനം സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും വെവ്വേറെയായി കാണപ്പെടുന്നു. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് കുടപ്പന, ജാതി, കുടംപുളി. കുടപ്പനയും ജാതിയും നന്നായിട്ട് പഠിച്ചോണേ. കുടപ്പന, ജാതി, കുടംപുളി എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം. പഠിക്കുക. അടുത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും നമുക്ക് പഠിക്കാനുള്ളതാണ് ബീജസങ്കലനം. എന്താ സുഹൃത്തുക്കളെ ബീജസങ്കലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരാഗണ രേണുകളിൽ നിന്നും പുംബീജം അണ്ഡാശയത്തിലെത്തുന്നു. അണ്ഡാശയത്തിലെ അണ്ഡവുമായി പുംബീജം കൂടിച്ചേരുന്നു. ഈ പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ബീജസങ്കലനം. അപ്പോൾ എന്താണ് ബീജസങ്കലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
പരാഗണ രേണുക്കളിൽ നിന്നും പുംബീജം അണ്ഡാശയത്തിൽ എത്തുന്നു. അണ്ഡാശയത്തിലെ അണ്ഡവുമായി പുംബീജം കൂടിച്ചേരുന്നു. ഈ പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ബീജസങ്കലനം എന്ന്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ നമ്മുടെ പരാഗി എന്ന് പറയുന്നത്. ഈ പരാഗിയിൽ നിന്നാണ് പരാഗണ രേണുക്കൾ എന്താണ് ഉണ്ടാകുന്നത്. ഈ പരാഗണ രേണുക്കൾ പരാഗണ സ്ഥലത്ത് വരികയും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ പുംബീജം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പരാഗിയിലുള്ള പുംബീജം നേരെ എങ്ങോട്ട് പോകുന്നു, അണ്ഡാശയത്തിലേക്ക് കടക്കുന്നു. അവിടെ നിന്നും എന്ത് ചെയ്യുന്നു, അണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഈ അണ്ഡവും ഈ പുംബീജവും കൂടെ ചേരുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ബീജസങ്കലനം എന്ന്. എന്താ സുഹൃത്തുക്കളെ, ബീജസങ്കലനം എന്ന്. എന്തെന്ന് അറിയപ്പെടുന്നത്, ബീജസങ്കലനം എന്ന്. ബീജസങ്കലനത്തിനായി പരാഗരേണുക്കൾ എത്തപ്പെടുന്ന സ്ഥലം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പരാഗണ സ്ഥലം. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളണേ. ബീജസങ്കലനത്തിനായിട്ട് പരാഗരേണുക്കൾ എത്തപ്പെടുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് പരാഗണ സ്ഥലമാണ്. എന്താണ്, പരാഗണ സ്ഥലമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് പരാഗണം. കുറച്ചു നേരമായിട്ട് നമ്മൾ പരാഗണം എന്ന് പറയുന്നല്ലേ സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പരാഗണം എന്ന്. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം എന്ന് പറയുന്നത്. അടിപൊളി അല്ലെ. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ, പരാഗി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ല, ഒരു മുട്ടുപോലുള്ള ഒരു ഭാഗം. ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, പരാഗരേണുക്കൾ ഇങ്ങനെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഈ പരാഗരേണുക്കൾ എന്താണ്, നേരെ വന്നിട്ട് പരാഗണ സ്ഥലത്ത് പതിക്കണം. ഇങ്ങനെ പതിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരാഗണമെന്ന്. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ വിളിക്കപ്പെടുന്ന പേരാണ് പരാഗണകാരികള്. പഠിക്കുക. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പരാഗണകാരികൾ എന്നുള്ളത്. നമുക്ക് നോക്കാം പരാഗണകാരികൾക്ക് ഉദാഹരണം ആരൊക്കെയെന്ന്. ചിത്രശലഭം, തേനീച്ച, പക്ഷികൾ, ചെറുപ്രാണികൾ. പഠിക്കുക. പരാഗണകാരികൾക്ക് ഉദാഹരണം ചോദിച്ചാല് ചിത്രശലഭമുണ്ട്, തേനീച്ചയുണ്ട്, പക്ഷികളുണ്ട്, ചെറുപ്രാണികളുണ്ട്. പഠിക്കുക. ഇതില് തേനീച്ച നന്നായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളൂ. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ പരാഗണകാരികൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് തേനീച്ചയായിരുന്നു PSC ഉത്തരം കൊടുത്തിരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ദുർഗന്ധം വമിക്കുന്ന പുഷ്പങ്ങളിൽ പരാഗണത്തിന് സഹായിക്കുന്ന ജീവികളാണ് ഈച്ചകൾ. പ്രത്യേകിച്ച് നമ്മുടെ ചേന, ചേമ്പക്ക പോലുള്ള പുഷ്പങ്ങളിൽ കേട്ടോ, ദുർഗന്ധം വമിക്കുന്ന പുഷ്പങ്ങളിലെ പരാഗണത്തിന് സഹായിക്കുന്ന ജീവികളാണ് ഈച്ചകൾ. പുഷ്പം പുറത്തുവിടുന്ന ദുർഗന്ധം ഈച്ചകളെ ആകർഷിക്കുകയും പരാഗണം നടക്കുകയും ചെയ്യുന്നു. ഇത് കൊട്ടേഷനിലിട്ടങ്ങ് പഠിച്ചോളെ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ദുർഗന്ധം വമിക്കുന്ന പുഷ്പങ്ങളിൽ പരാഗണത്തിന് സഹായിക്കുന്നത് തേനീച്ചയോ ചിത്രശലഭോ പക്ഷികളോ ചെറുപ്രാണികളോ ഒന്നുമല്ല. ആരാണ്? ഈച്ചകളാണ്. പുഷ്പം പുറത്തുവിടുന്ന ദുർഗന്ധം ഈച്ചകളെ ആകർഷിക്കുകയും പരാഗണം നടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പരാഗണം നടത്തുന്ന നമ്മുടെ വീട്ടുപറമ്പിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സസ്യങ്ങളാണ്. ഒന്ന് ചേനയും ചേമ്പും. ചേനയുടെയും ചേമ്പിന്റെയും ഒക്കെ പൂ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരല്ലേ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും അഴുകിയൊരു ദുർഗന്ധം ഉണ്ടാകും. ഇതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ചയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഈച്ചയെ ആകർഷിക്കുകയും ഈച്ചകൾ വന്നിരിക്കുകയും അവിടെ പരാഗണം നടക്കുകയും ചെയ്യും. പഠിക്കുക. ഇനിയാണ് നമ്മൾ മറ്റു പരാഗണ മാർഗങ്ങൾ നോക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ജീവികൾ വഴിയുള്ള പരാഗണത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ മറ്റു പരാഗണത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യമായി അത് പഠിക്കാനുള്ളതാണ് കാറ്റിലൂടെയുള്ള പരാഗണം. എന്തിലൂടെയുള്ള പരാഗണം സുഹൃത്തുക്കളെ? കാറ്റിലൂടെയുള്ള പരാഗണം. കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യങ്ങളുടെ പുഷ്പങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ നോക്കാനുള്ളത്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യങ്ങളുടെ പുഷ്പങ്ങളുടെ പ്രത്യേകത എന്ന്. ഇവയ്ക്ക് ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും. കാരണം മറ്റു പുഷ്പങ്ങളെ പോലെ കുറച്ച് പൂമ്പൊടി വെച്ച് കഴിഞ്ഞാൽ കാറ്റിലൂടെ അത് കൃത്യമായിട്ട് പരാഗണം നടന്നില്ലെങ്കിൽ ഉപയോഗമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവയ്ക്ക് ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും. പരാഗണ രേണുക്കൾക്ക് ഭാരം കുറഞ്ഞവയായിരിക്കും. കാരണം കാറ്റി പറക്കണം. അതുകൊണ്ട് പരാഗണ രേണുകൾക്ക് ഭാരം വളരെ കുറവായിരിക്കും. ഇത്തരം സസ്യങ്ങളുടെ പുഷ്പങ്ങൾക്ക് ഇതളുകൾ ഉണ്ടായിരിക്കില്ല. ഇത്തരം സസ്യങ്ങളുടെ പുഷ്പങ്ങൾക്ക് ഇതളുകൾ ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്? ആകെ കുറച്ച് പൂമ്പൊടിയായിരിക്കും കാറ്റിൽ കൂടെ ഇത്രയും കാറ്റടിച്ചാ പറക്കുന്നത്. അതിൽ തന്നെ ഭൂരിഭാഗവും വന്ന് ഈ പുഷ്പങ്ങളുടെ ഇതളിരുന്ന ഉപയോഗം ഉണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. അതുകൊണ്ട് ഇത്തരം സസ്യങ്ങൾക്ക് ഇതളുകൾ ഉണ്ടായിരിക്കില്ല. നിറം, മണം, തേൻ എന്നിവ കാണാറില്ല. കാരണം എന്താ സുഹൃത്തുക്കളെ? ഇവർക്ക് പക്ഷികളെയോ പ്രാണികളെയോ എന്തിനെങ്കിലും ആകർഷിക്കേണ്ട ആവശ്യമുണ്ടോ? തേനീച്ചയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചിത്രശലഭത്തിനെയൊക്കെ ആകർഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവര് കാറ്റിലൂടെ പരാഗണം ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് നിറമോ മണമോ തേനോ ഒന്നും കാണാറില്ല. പരാഗണ സ്ഥലത്തിന് പുറത്തേക്ക് തുറന്നിരിക്കും. പരാഗണ സ്ഥലം മാക്സിമം പുറത്തേക്ക് തുറന്നിരിക്കും. കാരണം എന്താണ്? ഒരു ചെറിയ പരാഗണ രേണുക്കളെങ്കിലും കാറ്റിലൂടെ പറന്നു വന്നാൽ അവ നേരെ പരാഗണ സ്ഥലത്ത് ഒന്ന് ഒട്ടിയിരിക്കണം.
അതുകൊണ്ട് പരാഗണ സ്ഥലം എന്ത് ചെയ്യും? എപ്പോഴും പുറത്തേക്ക് തുറന്നിരിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യങ്ങളുടെ പേരുകളാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്, പഠിക്കുക. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്. ഇതിൽ നെല്ലും കരിമ്പും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ഡിഗ്രി ലെവലിലും അതുപോലെ +2 ലെവലിലുമാണ് ചോദിച്ചു കണ്ടത്. എന്നാലും നമ്മുടെ LDക്ക് പക്ക ഈ ഒരു ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ സുഹൃത്തുക്കൾ പഠിക്കുക. കാറ്റിലൂടെ പരാഗണം നടത്തുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങൾ ചോദിച്ചാൽ ആരൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് പഠിക്കുക. അടുത്തതാണ് ജലം വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾ. ജലം വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞുതുള്ളികളിൽ പരാഗണം നടത്തുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ജലം വഴിയുള്ള പരാഗണം. നേരത്തെ നമ്മൾ കാറ്റ് വഴിയുള്ള പരാഗണം പറഞ്ഞു. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞുതുള്ളികളിലൂടെ, രാവിലെ സമയത്തൊക്കെ മഞ്ഞുതുള്ളി ഉണ്ടാവൂലേ, ആ മഞ്ഞുതുള്ളികളിലൂടെ പരാഗണം നടത്തുന്ന രീതിയാണ് ജലം വഴിയുള്ള പരാഗണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജലത്തിലൂടെ പരാഗണം നടത്തുന്ന സസ്യങ്ങളും അല്ലെങ്കിൽ പുഷ്പങ്ങളുടെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം. ജലത്തിലൂടെ പരാഗണം നടത്തുന്ന സസ്യങ്ങളുടെ പുഷ്പങ്ങളുടെ പ്രത്യേകത നമുക്ക് നോക്കാം. പരാഗണ രേണുക്കളിൽ മെഴുകു പോലുള്ള ഒരു പദാർത്ഥം പുരണ്ടിരിക്കും. കാരണം ജലത്തിൽ വീണ പരാഗരേണു നശിച്ചു പോകരുത്. അതുകൊണ്ട് പരാഗരേണുക്കളിൽ എന്തുണ്ടായിരിക്കും? മെഴുകു പോലുള്ള ഒരു പദാർത്ഥം ഉണ്ടായിരിക്കും. പരാഗണ സ്ഥലം ഒട്ടിപ്പിടിക്കുന്നതും നനയാത്തതുമായിരിക്കും. അതും ഇമ്പോർട്ടന്റ് ആണ്. പരാഗരേണുക്കൾ മെഴുകുപോലെ പൊതിഞ്ഞിരുന്നാൽ മാത്രം പോരാ. പരാഗണ സ്ഥലം, അതായത് പരാഗണ രേണുക്കൾ വന്ന് പതിക്കേണ്ട പരാഗണ സ്ഥലം എങ്ങനെയായിരിക്കും? ഒട്ടിപ്പിടിക്കുന്നതും നനയാത്തതുമായിരിക്കും. ഒട്ടിപ്പിടിക്കുന്നതും നനയാത്തതുമായിരിക്കും. പൂക്കൾ ചെറുതും അവ്യക്തവുമായിരിക്കും. പൂക്കൾ ചെറുതും അവ്യക്തവുമായിരിക്കും. എന്താ സുഹൃത്തുക്കളെ പൂക്കൾ ചെറുതും അവ്യക്തവും എന്ന് പറഞ്ഞത്? നല്ല നിറമുള്ള പൂക്കളാണെങ്കിൽ ആ ജലത്തിൽ കിടക്കുന്ന ജീവികൾ അതിനെ വെറുതെ വെച്ചേക്കോ? ഇല്ല. അതുകൊണ്ട് പൂക്കൾ വളരെ ചെറുതും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത രീതിയിലുമായിരിക്കും. നിറമോ മണമോ തേനോ ഇവയ്ക്ക് കാണാറില്ല. ഇത്തരം പുഷ്പങ്ങൾക്ക് നിറമോ മണമോ തേനോ ഒന്നും കാണാറില്ല. അപ്പോൾ ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. കുരുമുളക്, വലിസനേറിയ, ഹൈഡ്രില്ല, സൊറ്റേറ. മറക്കല്ലേ, കുരുമുളക്, വലിസനേറിയ, ഹൈഡ്രില്ല, സൊറ്റേറ. ഇതിനകത്ത് കുരുമുളക് സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. കാരണം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ജലത്തിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് കുരുമുളകാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇനി വേണമെങ്കിൽ വലിസനേരിയയോ ഹൈഡ്രില്ലയോ സൊറ്റേറയോ ഒക്കെ കൊടുക്കാം. ഇതിൽ ഹൈഡ്രില്ല ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹൈഡ്രില്ലേ കൂടി ഒന്നങ്ങ് പഠിക്കുക. ജലം വഴിയുള്ള പരാഗണം. അപ്പൊ ഒന്നുകൂടി പറയാം, ജലം വഴിയുള്ള പരാഗണത്തിന്റെ ഉദാഹരണം ഒന്ന് പറഞ്ഞു തരാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കുരുമുളക്, വലിസനേറിയ, ഹൈഡ്രില്ല, സൊറ്റേറ എന്നീ സസ്യങ്ങളാണ് പഠിക്കുക. രാത്രിയിൽ വിരിയുന്ന വെളുത്ത പൂക്കളുടെ പരാഗണത്തിന് സഹായിക്കുന്നത് നിശാശലഭമാണ്. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളുടെ പരാഗണത്തിന് സഹായിക്കുന്നത് നിശാശലഭങ്ങളാണ്. ആരാണ്? നിശാശലഭങ്ങളാണ്. അതുപോലെ തന്നെ രാത്രി വിരിയുന്ന പൂക്കൾക്ക് എപ്പോഴും വെളുത്ത നിറവും നല്ല മണമുള്ളവയുമായിരിക്കും. രാത്രി വിരിയുന്ന പൂക്കൾ എപ്പോഴും നല്ല മണമുള്ളവയും വെളുത്ത നിറവുമായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുല്ലപ്പൂ കേട്ടോ. മുല്ലപ്പൂ രാത്രിയല്ലേ സുഹൃത്തുക്കളെ വിരിയുന്നത്. അതുപോലെ നിശാഗന്ധി രാത്രിയല്ലേ സുഹൃത്തുക്കളെ വിരിയുന്നത്. ഇവർക്കെല്ലാവർക്കും നല്ല മണമുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തുമായിരിക്കും? നല്ല വെളുത്ത നിറമായിരിക്കും. കാരണം ഇരുട്ടത്ത് ചെറിയൊരു പ്രകാശം ഉണ്ടെങ്കിലും ഇവയ്ക്കെല്ലാം പെട്ടെന്ന് കാണാൻ കഴിയുന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. അതുപോലെ ഈ നിശാശലഭങ്ങൾ ആകർഷിക്കണമെങ്കിൽ നല്ല ശക്തിയേറിയ മണവും വേണം കേട്ടോ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇത് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കൃത്രിമ പരാഗണം. എന്താണ് കൃത്രിമ പരാഗണം? പേര് തന്നെ ഇല്ലേ സുഹൃത്തുക്കളെ, കൃത്രിമമായിട്ട് നമ്മൾ പരാഗണം നടത്തുക. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടികളിൽ നിന്നും പരാഗരേണുക്കൾ ശേഖരിച്ച് ഗുണമേന്മയുള്ള മറ്റൊരു പുഷ്പത്തിൽ പരാഗണ ഭാഗത്ത് വിതറാറുണ്ട്. ഇതിനെ കൃത്രിമ പരാഗണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടികളിൽ നിന്നും പരാഗണ രേണുക്കൾ ശേഖരിക്കുകയും മറ്റൊരു പുഷ്പത്തിന്റെ പരാഗണ ഭാഗത്ത് വിതറാറുണ്ട്. ഇതിനെ കൃത്രിമ പരാഗണം എന്നറിയപ്പെടുന്നു. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനില പരാഗണം നടത്തുന്നതിന് സഹായിക്കുന്നത് മെലിപ്പോണ എന്ന ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനില പരാഗണം നടത്തുന്നത് മെലിപ്പോണ എന്നറിയപ്പെടുന്ന ഒരിനം തേനീച്ചകൾ വഴിയാണ്. നമ്മുടെ നാട്ടിൽ വാനില കൃഷി ചെയ്യുമ്പോൾ ഈ തേനീച്ചകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്രിമ പരാഗണം നടത്തേണ്ടി വരും. ഇവിടെ നിന്ന് PSC പ്രീവിയസ് ആയി ചോദിച്ചത് LDക്ക് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളുക. താഴെ പറയുന്നവയിൽ
കൂടുതലായി കൃത്രിമ പരാഗണം നടത്തുന്ന സസ്യം ഏതാണ്? ഉത്തരം വാനില. പഠിച്ചോളുക. കേരളത്തിലെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ കൃത്രിമ പരാഗണം നടത്തുന്ന സസ്യം ഏതാണ്, അല്ലെങ്കിൽ വിള ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നും ആലോചിക്കേണ്ട, വാനില തന്നെയാണ് ഏറ്റവും കൂടുതൽ കൃത്രിമ പരാഗണം ചെയ്യുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ മെലിപ്പോണ എന്ന് പറയുന്ന തേനീച്ചകൾ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ നല്ല വാനിലയിൽ നിന്നും മറ്റൊരു വാനില പുഷ്പത്തിലേക്ക് എന്ത് ചെയ്യണം? കൃത്രിമമായിട്ട് പരാഗണം ചെയ്താൽ മാത്രമേ ഗുണമേന്മയുള്ള വാനിലകൾ നമുക്ക് ലഭിക്കാറുള്ളൂ. പരാഗണ രേണുക്കൾ ഒരേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം നടക്കുന്നത്. മറ്റൊരിനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ പരാഗണ രേണുക്കൾ ഒരേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം നടത്തുന്നത്. അതിന്റെ അർത്ഥം മറ്റു പൂക്കളിൽ നിന്ന് വേണമെങ്കിൽ ഈ പരാഗരേണുക്കൾ എവിടെ പതിക്കാം? മറ്റൊരു പുഷ്പത്തിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കാം. പക്ഷെ അവിടെ പരാഗണം നടക്കൂല. ആ വീഴുന്ന പൂമ്പൊടികൾ എന്ത് ചെയ്യും? നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പഠിക്കും. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് കൊഴിയുന്ന ഇതളുകൾ. ഈ ഭാഗത്ത് എന്താണെന്ന് നോക്കാം. കൊഴിയുന്ന ഇതളുകളില് ബീജസങ്കലത്തിന് ശേഷം പുഷ്പത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുക. ബീജസങ്കലത്തിന് ശേഷം പുഷ്പത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂഞ്ഞെട്ട് ഫലത്തിന്റെ ഞെട്ടായി മാറുന്നു. പൂഞ്ഞെട്ട് ഫലത്തിന്റെ ഞെട്ടായി മാറുന്നു. പുഷ്പാസനം ഫലത്തിന്റെ ഇരിപ്പിടമാവുന്നു. പുഷ്പാസനം ഫലത്തിന്റെ ഇരിപ്പിടമാവുന്നു. വിതളങ്ങൾ ഫലത്തെ പിടിച്ചു നിർത്തുന്നു. വിതളങ്ങൾ ഫലത്തെ പിടിച്ചു നിർത്തുന്നു. അണ്ടം വളർന്ന് വിത്തായി മാറുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. അണ്ടം വളർന്ന് വിത്തായി മാറുകയും അണ്ടാശയം വളർന്ന് ഫലമായി മാറുകയും ചെയ്യും. ഇതാണ് നമ്മൾ കടിച്ചു തിന്നുന്ന ഫലം കേട്ടോ. നമ്മൾ കടിച്ചു തിന്ന ഭാഗമല്ലേ ഫലത്തിന്റെ? അത് സത്യം പറഞ്ഞാൽ ആ ഫലത്തിന്റെ അണ്ടാശയമാണ് കേട്ടോ. അണ്ടാശയം വളർന്ന് ഫലമായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ബീജസങ്കലനം നടന്നു കഴിഞ്ഞൊരു പുഷ്പത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചോദിച്ചാല് പൂഞ്ഞെട്ട് ഫലത്തിന്റെ ഞെട്ടായി മാറുന്നു. പുഷ്പാസനം ഫലത്തിന്റെ ഇരിപ്പിടമാകുന്നു. വിതളങ്ങൾ ഫലത്തെ പിടിച്ചു നിർത്തുന്നു. അണ്ടം വളർന്നു വിത്തായി മാറുന്നു. അണ്ടാശയം വളർന്ന് ഫലമായി മാറുന്നു. ഈ മുകളിലത്തെ 3 പഠിച്ചില്ലെങ്കിലും അവസാനത്തെ 2 വ്യക്തമായിട്ട് പഠിക്കുക. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അണ്ടം വളർന്ന് വിത്താവുകയും അണ്ടാശയം വളർന്ന് ഫലമായി മാറുകയും ചെയ്യുന്നു. പഠിക്കുക. ബീജസങ്കലനത്തിന് ശേഷം പുഷ്പത്തിൽ നിന്നും നശിച്ചു പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതളുകൾ, കേസരങ്ങൾ, പരാഗണ സ്ഥലം, ജനിതണ്ട് എന്നിവയാണ്. ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ബീജസങ്കലനത്തിന് ശേഷം പുഷ്പത്തിൽ നിന്ന് നശിച്ചു പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നുകൂടി പറയാം. ഇതളുകൾ, കേസരങ്ങൾ, പരാഗണ സ്ഥലം, ജനിതണ്ട് എന്നിവയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ലഘുഫലങ്ങൾ. എന്താ സുഹൃത്തുക്കളെ ലഘുഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇത്തരം ഫലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ലഘുഫലങ്ങൾ. ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇത്തരം ഫലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ലഘുഫലങ്ങൾ എന്ന്. ഇവയുടെ അണ്ടാശയത്തിൽ ഒരണ്ടമോ ഒന്നിൽ കൂടുതൽ അണ്ടമോ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം ഫലങ്ങളിൽ ഒരു വിത്ത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിത്തുകൾ കാണാൻ കഴിയുന്നു. ഒന്നുമില്ല, ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു മാവിന്റെ പൂവിൽ നിന്ന് ഒരു മാങ്ങ മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് മാങ്ങയെ എന്തെന്ന് പറയാം? ഒരു ലഘുഫലമാണെന്ന് പറയാം. അല്ലേ സുഹൃത്തുക്കളെ? ഇവയുടെ അണ്ടാശയത്തില് ഒരണ്ടമോ ഒന്നിൽ കൂടുതൽ അണ്ടമോ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം ഫലങ്ങളില് ഒരു വിത്ത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിത്ത് കാണുവാൻ കഴിയും. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒരു വിത്ത് മാത്രമുള്ള ലഘുഫലങ്ങൾ ചോദിച്ചാൽ മാങ്ങ, നെല്ല്, ഗോതമ്പ്, ഈന്തപ്പഴം. ഒരു വിത്ത് മാത്രമുള്ള ലഘുഫലങ്ങളാണെങ്കിൽ മാങ്ങ, നെല്ല്, ഗോതമ്പ്, ഈന്തപ്പഴം. ഇവരേത് വേണോ നിങ്ങൾ എടുത്തു നോക്കിയോ? ഒരു പുഷ്പമേ കാണുള്ളൂ. ആ പുഷ്പത്തിന് അണ്ടാശയത്തിൽ ഒരു അണ്ടമേ കാണുള്ളൂ. അതെന്തായിട്ട് മാറും? വിത്തായിട്ട് മാറും. മാങ്ങ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ മാങ്ങയിൽ 2-3 വിത്തുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല, മാങ്ങാണ്ടി ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഒന്നേ ഉള്ളൂ. നെല്ലും അതുപോലെ തന്നെയാണ്, ഗോതമ്പും അതുപോലെ തന്നെയാണ്. ഈന്തപ്പഴം മുറിച്ച് നോക്കിയാൽ അതിനകത്തും ഒരു വിത്ത് മാത്രമേ കാണുള്ളൂ. അപ്പോ ഇതെല്ലാം ഒരു പുഷ്പം തന്നെ എന്തായിട്ട് മാറി? ഒരു ഫലമായിട്ട് മാറി. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താ? അവന്റെ അണ്ടാശയത്തിൽ ഒരു അണ്ടമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഒരു വിത്ത് മാത്രമേ ഉൽപ്പാദിപ്പിക്കുള്ളൂ. നേരെ മറിച്ചൊരു കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ അണ്ടാശയത്തിൽ ഒത്തിരി അണ്ടങ്ങൾ ഉണ്ടെങ്കിലോ ആ അണ്ടങ്ങളെല്ലാം വിത്തുകളായിട്ട് മാറും. അല്ലേ? ഒരു അണ്ടാശയത്തിൽ ഒന്നിൽ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും വിത്തുകൾ എന്ത് ചെയ്യും? നമുക്ക് ലഭിക്കും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തക്കാളി എന്ന് പറയുന്നത് ഒരു പൂവിൽ നിന്ന് ഒരു തക്കാളി മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ മാങ്ങയിൽ നിന്നുള്ള വ്യത്യാസം എന്താ? തക്കാളി മുറിച്ചു നോക്കിയ സുഹൃത്തുക്കളെ ഒരു വിത്ത് മാത്രമാണോ അതിനകത്തുള്ളത്? അല്ല, ഒരുപാട് വിത്തുകൾ ഉണ്ടല്ലേ. അതിന്റെ അർത്ഥം തക്കാളിയുടെ പുഷ്പത്തിന്റെ അണ്ടാശയത്തിൽ ഒത്തിരി അണ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒത്തിരി വിത്തുകൾ അവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ വഴുതന, വെണ്ടയ്ക്ക, വെള്ളരിക്ക, ഇതൊക്കെ സുഹൃത്തുക്കളെടുത്ത് മുറിച്ചു നോക്കൂ. ഇവയിലെല്ലാം
വിത്തുകളുടെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷെ ഇവരെല്ലാവരും ഉണ്ടായിരിക്കുന്നത് ഒരു പുഷ്പത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവയെ ലഘുഫലങ്ങൾ എന്ന് പറയുന്നത്. പഠിക്കുക. അടുത്തതാണ് പുഞ്ചഫലങ്ങൾ. എന്താ സുഹൃത്തുക്കളെ പുഞ്ചഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലങ്ങൾ എന്നറിയപ്പെടുന്നു. ഒരു പൂവിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലങ്ങൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞാൽ സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ്, അതുപോലെ സ്ട്രോബെറി, വാതക്കൊടി. ഇത്രയും സുഹൃത്തുക്കൾ പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. പുഞ്ചഫലത്തിന് ഉദാഹരണം ചോദിച്ചാല് സീതപ്പഴം ഇതായിരിക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ സീതപ്പഴം കേട്ടോ. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ്, സ്ട്രോബെറി, വാതക്കൊടി എന്നിവയാണ് പുഞ്ചഫലത്തിന് ഉദാഹരണം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സംയുക്ത ഫലങ്ങള്. അപ്പൊ പുഞ്ചഫലം എന്ന് പറഞ്ഞാൽ ഒരു പുഷ്പത്തില് ഒന്നിൽ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവും. കണ്ടോ, അരണമരക്കായൊക്കെ ഇരിക്കുന്നുണ്ടോ, ഒരൊറ്റ പുഷ്പമാണ് കേട്ടോ ഇത്. കണ്ടോ, അതിന്റെ എന്റെ ഭാഗം കണ്ടോ, ഒരൊറ്റ പുഷ്പമാണ്. ഈ പുഷ്പത്തിൽ നിന്ന് ഒരുപാട് കായ്കൾ എന്താണ് അല്ലെങ്കിൽ ഫലങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് സംയുക്ത ഫലങ്ങൾ. എന്താ സംയുക്ത ഫലങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്നിലധികം പൂക്കൾ ഒരു തണ്ടിനോട് ചേർന്നു കാണുന്ന പൂങ്കുലയിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങൾ ഒന്ന് ചേർന്നു കാണുന്നതാണ് സംയുക്ത ഫലങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ സംയുക്ത ഫലങ്ങൾ എന്ന് ചോദിച്ചാല് ഒന്നിലധികം പൂക്കൾ കാണും, പക്ഷേ ഇതെല്ലാം കൂടെ ഒരു തണ്ടിലായിരിക്കും കാണുന്നത് കേട്ടോ. ഇതിങ്ങനെ കുലകുലയായിട്ട് കിടക്കും. അപ്പോ ഒന്നിലധികം ഫലങ്ങൾ എന്ത് ചെയ്യും, കൂടിച്ചേർന്ന് ഒരു സംയുക്ത ഫലമായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചക്കയുടെ പൂ എന്താണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഒത്തിരി ചെറു പുഷ്പങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ചക്കയുടെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ ചെറിയ എന്താണ് ഒരു പുഷ്പമുള്ള രൂപത്തിലേക്ക് അവൻ നിൽക്കുന്നത്. അതിന്റെ തണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് കുഞ്ഞു പുഷ്പങ്ങളുണ്ട്. എന്നാൽ ഈ കുഞ്ഞു പുഷ്പങ്ങൾ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരൊറ്റ ഫലമായിട്ട് ചക്കയായിട്ടാണ് നമുക്ക് കൈ കിട്ടുന്നത് കേട്ടോ. സത്യത്തില് അവ ഓരോന്നും ഓരോ പുഷ്പമാണ്, പക്ഷെ നമുക്കത് ചെറുതായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെന്നുള്ളൂ. ഓരോന്നും ഓരോ പുഷ്പമായിട്ടാണ് വരുന്നത്. എന്നാൽ അവന്മാരെല്ലാം കൂടെ ഒരൊറ്റ തണ്ടിൽ ഇങ്ങനെ കൂടിച്ചേർന്ന് കുലകുലയായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ പുഷ്പങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് എന്തായിട്ട് കിട്ടുന്നത്, നമ്മുടെ മുമ്പിലെ ചക്കയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ചക്ക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പുഷ്പത്തിൽ നിന്നുണ്ടായ ഒരു ഫലമല്ല, ഒന്നിൽ കൂടുതൽ പുഷ്പങ്ങളില് ഒന്നിൽ കൂടുതൽ ഫലങ്ങൾ എല്ലാം കൂടെ കൂടിച്ചേർന്ന് രൂപാന്തരപ്പെട്ടതാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ സംയുക്ത ഫലങ്ങൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണം ചോദിച്ചാൽ ചക്ക, കൈതച്ചക്ക, ആറ്റുകൈത, മഞ്ഞനാത്തി, മൽബറി. ഇതിൽ മൽബറി അങ്ങ് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. മൽബറി അങ്ങ് പഠിച്ചോളണേ സുഹൃത്തുക്കളെ. അപ്പോ സംയുക്ത ഫലങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാല് ചക്ക, കൈതച്ചക്ക, ആറ്റുകൈത, മഞ്ഞനാത്തി, മൽബറി എന്നിവയാണ് സംയുക്ത ഫലങ്ങൾക്ക് ഉദാഹരണം. പഠിക്കുക. അടുത്തതാണ് കപട ഫലങ്ങൾ. കപട എന്ന വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ഫലങ്ങളല്ല, സത്യത്തിൽ ഫലങ്ങളല്ല, അവന്മാര് വേറെന്തോ ഫലങ്ങളായിട്ട് മാറിയതാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപട ഫലങ്ങൾ. എന്താണെന്ന് നോക്കാം. അണ്ഡാശയമല്ലാതെ മറ്റൊരു പുഷ്പഭാഗം വളർന്ന് രൂപാന്തരപ്പെടുന്ന ഫലങ്ങളാണ് കപട ഫലങ്ങൾ. ഇതാ കിടക്കുന്ന അണ്ഡാശയമാണ് നമ്മൾ ഫലമാകുന്നതെന്ന് പറഞ്ഞു. ഇവിടുത്തെ കേസിൽ പുഷ്പത്തിന്റെ അണ്ഡാശയം എന്താകുന്നില്ല, ഫലമാകുന്നില്ല. പകരം പുഷ്പത്തിന്റെ മറ്റേതെങ്കിലും ഒരു ഭാഗം വളർന്ന് ഫലമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. ഇതിനെ പറയുന്ന പേരാണ് കപട ഫലങ്ങൾ. അവന്മാർ ഒറിജിനൽ ഫലമാണോ? അല്ല. ഒറിജിനൽ ഫലമാണെങ്കിൽ അവന്മാര് അണ്ഡാശയം രൂപീകരിച്ചുണ്ടാവണം. ഇത് അണ്ഡാശയം രൂപീകരിക്കാതെ ആ പുഷ്പത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം ഫലമായിട്ട് മാറും. ഇതിനെ വിളിക്കുന്ന പേരാണ് കപട ഫലം എന്ന്. ഉദാഹരണം ആപ്പിള്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. കശുമാങ്ങ, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും പഠിക്കുക സുഹൃത്തുക്കൾ, പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ആപ്പിളിന്റെ പുഷ്പാസനമാണ് എന്തായിട്ട് മാറിയിരിക്കുന്നത്, ഫലമായിട്ട് മാറിയിരിക്കുന്നത്. ആ പുഷ്പം ഇരിക്കുന്ന ഭാഗമല്ലേ സുഹൃത്തുക്കളെ, ആ പുഷ്പാസനമാണ് എന്തായിട്ട് മാറിയിരിക്കുന്നത്, സത്യത്തില് ആപ്പിളായിട്ട് മാറുന്നത്. കശുമാങ്ങയുടെ പൂഞ്ഞെട്ടാണ് ഫലമായിട്ട് മാറുന്നത്. കണ്ടോ, ഇവിടെ വരുന്ന പൂഞ്ഞെട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പൂഞ്ഞെട്ട് എന്ന് പറയുന്ന ഭാഗം, ഇതാണ് പൂഞ്ഞെട്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഫലമായിട്ട് മാറുന്നത്. ചാമ്പക്കയുടെ പുഷ്പാസനം ഫലമായി മാറിയിരിക്കുന്നു. ചാമ്പക്കയുടെ പുഷ്പാസനം ഫലമായി മാറിയിരിക്കുന്നു. ആൽപ്പഴത്തിന്റെ പുഷ്പാസനമാണ് ഫലമായി മാറിയിരിക്കുന്നത്. ആൽപ്പഴത്തിന്റെയും പുഷ്പാസനമാണ് ഫലമായി മാറിയിരിക്കുന്നത്. സഫർജല്ലി, നമ്മുടെ സഫർജല്ലില്ലേ, അതിനെ തന്നെയാണ് സഫർജല്ലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സഫർജല്ല് പുഷ്പാസനമാണ് ഫലമായി മാറിയിരിക്കുന്നത്. സഫർജല്ലിന്റെയും പുഷ്പാസനമാണ് ഫലമായി മാറിയിരിക്കുന്നത് എന്ന് പഠിക്കുക. സത്യത്തിൽ ഫലം കണ്ടോ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫലം എന്ന് പറയുന്നത്. ബാക്കി അതിന്റെ പുറമേ വന്നിരിക്കുന്ന ആ മാംസളമായിട്ടുള്ള ഭാഗമെല്ലാം അതിന്റെ പുഷ്പാസനം വളർന്നുണ്ടായ ഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ മുറിച്ചപ്പോഴും കണ്ടോ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഇരിക്കുന്നത് ഇതാണ് കേട്ടോ ഫലം എന്ന് പറയുന്നത്. അതിന്റെ പുറത്തുള്ള ആ മാംസളമായിട്ടുള്ള ഭാഗം മുഴുവൻ എന്താണ്, ആ ആപ്പിളിന്റെ
പുഷ്പാസനമാണ്. അപ്പോ കപടഫലങ്ങൾ എന്ന് പറഞ്ഞാല് അണ്ഡാശയമല്ലാതെ മറ്റു പുഷ്പഭാവം വളർന്ന് ഫലമായിട്ട് മാറുന്നതിനെ കപടഫലങ്ങൾ എന്ന് പറയുന്നു. കപടഫലങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ആപ്പിളിന്റെ പുഷ്പാസനമാണ് കപടഫലമായി മാറിയിരിക്കുന്നത്. കശുമാങ്ങയുടെ പൂഞ്ഞെട്ട് ഫലമായി മാറിയിരിക്കുന്നു. ചാമ്പയ്ക്കയുടെ പുഷ്പാസനം ഫലമായി മാറിയിരിക്കുന്നു. ആൽപ്പഴത്തിന്റെ പുഷ്പാസനം ഫലമായി മാറിയിരിക്കുന്നു. സബർജലിന്റെ പുഷ്പാസനം ഫലമായി മാറിയിരിക്കുന്നു. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് നമ്മളിവിടെ പറഞ്ഞത്, സുഹൃത്തുക്കൾ പഠിക്കുക. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. സുഹൃത്തുക്കൾ എല്ലാവരും ഈ ക്ലാസ് വ്യക്തമായിട്ട് കണ്ട് സമയം എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം LDക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചു വെക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കൾ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം.